അമേരിക്കയിലെ കാലിഫോർണിയയിൽ അതിശക്തമായ ഹിമപാതത്തിൽ 8 ഐസ് സ്കീയിംഗ് താരങ്ങൾ കൊല്ലപ്പെട്ടു. 8 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. 15 പേരെ കാണാതായിട്ടുണ്ട്. പ്രശസ്തമായ ടഹോ തടാകത്തിന് സമീപമുള്ള കേസ്ലെ മേഖലയിലാണ് അപകടം. വിവരങ്ങൾ നൽകാൻ ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, കാണാതായവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? പേരെ കാണാതായിട്ടുണ്ട്. 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി കാണാതായ ഒരു ഘട്ടത്തിൽ കാണാതായ 8 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. നേരത്തെ കൃഷ്ണപ്രിയ സൂചിപ്പിച്ചതുപോലെ ടഹോ ലേക്കിന്റെ പരിസരത്തും ആ മേഖലയിലാണ് ഇത്തരത്തിലുള്ളൊരു മഞ്ഞുപാതം ഉണ്ടായത്. ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനോളം പോന്ന മഞ്ഞ് പാളികൾ അടർന്നു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ തോതിൽ ഒരു പ്രദേശത്തെ ആകെ മഞ്ഞുകൊണ്ട് മൂടുകയും ഇത്തരത്തിൽ ഐസ് സ്കീയിങ്ങിനെത്തിയ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 15 പേർക്കുള്ള തെരച്ചിൽ തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായ ഇത്തരത്തിൽ ഈ പ്രശ്നം, അതായത് ഈ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മഞ്ഞുപാതം ഉണ്ടാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഞ്ഞുപാതം ഉണ്ടാകുന്ന സാഹചര്യം ഈ സ്കീയിങ് മേഖലകളെ എല്ലാം ബാധിക്കുന്നു എന്നൊരു പ്രശ്നം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പരിശോധന തുടരുന്നു എന്നാണ് ബന്ധപ്പെട്ട അധികാരികളും രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ അറിയിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് 8 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അത് ബാക്കി 15 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 6ഓളം പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി ഐസൺ.